ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു അടിപൊളി ടേസ്റ്റിലൊരു ചിക്കൻ നഗറ്റ്സ് ആണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഒരു 4-5 ബ്രെഡ് എടുക്കുക. ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ 4 വശവും ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി വെക്കണം. ഇത് നമുക്ക് ആവശ്യമുള്ളതാണ്. ലാസ്റ്റ് നഗറ്റ്സ് പൊരിക്കുമ്പോൾ നമ്മൾ ഇത് ക്രഷ് ചെയ്താണ് എടുക്കുന്നത്. എന്നിട്ട് ഈ ബ്രെഡിനെ 4ആയിട്ട് മുറിച്ചെടുക്കുക. കാരണം നമുക്ക് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാനാണ്. ആ പരുവത്തിനെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് നമ്മൾ മിക്സിയിലിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ബോൺലെസ് ചിക്കനാണ്. നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് നേരെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചിക്കൻ മസാല, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഈ ഒരു പരുവത്തിൽ നമുക്ക് കുഴക്കത്തക്ക രീതി ഒട്ടും വെള്ളമൊന്നും ആവാൻ പാടില്ല. ഇതാണ് കറക്റ്റ് പരുവം. നമുക്ക് എന്നിട്ട് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. എന്നിട്ട് ഈ കുഴച്ചത് മാവിന്ന് നമുക്ക് വേണ്ട ഷേപ്പിലൊന്ന് പരത്തി അങ്ങ് മാറ്റി വെച്ചേക്കാം. ഇനി വേണ്ടത് ഒരു ബൗളെടുത്ത് ഒരു മുട്ട അങ്ങ് പൊട്ടിച്ചിടുക. അതിലൊരു സ്വല്പം പാലും കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. അധികം എണ്ണയുടെ ആവശ്യമില്ല. ഇനി നമ്മൾ നേരത്തെ ഷേപ്പാക്കി വെച്ച നഗറ്റ്സ് എടുത്ത് മുട്ടയിൽ മുക്കി അത് പിന്നെ നമ്മുടെ ബ്രെഡ് ക്രംസ്, നമ്മൾ ബ്രെഡ് കട്ട് ചെയ്തപ്പോഴത്തേക്ക് മാറ്റി വെച്ച സൈഡ് പീസ് ഇല്ലേ, അതെല്ലാം കൂടെ ക്രഷ് ചെയ്താണിത്. അതിലോട്ട് നന്നായിട്ടൊന്ന് മുക്കുക. എന്നിട്ട് നമ്മൾ നേരെ എണ്ണയിലോട്ട് ഇട്ടുക. അങ്ങനെ നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ച എല്ലാ നഗറ്റ്സും നമുക്ക് ഇതേപോലെ തന്നെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കേണ്ടതാണ്. ഓരോ വശവും നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മുരിച്ചെടുക്കേണ്ടതാണ്. നല്ല ഒരു ബ്രൗൺ കളർ ആകാൻ നേരത്ത് നമ്മുടെ നഗറ്റ്സ് റെഡിയാവുന്നതാണ്. അതുവരെ നമ്മൾ നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുക. ഇപ്പം എൻ്റെ നഗറ്റ്സ് എല്ലാം നല്ല റെഡി ആയിട്ടുള്ളതാണ്. നമുക്കിതൊരു കോരിയിലോട്ട് മാറ്റി എണ്ണയെല്ലാം കളഞ്ഞ് എടുക്കാം. നമുക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണിത്. കടകളിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ ചിക്കൻ നഗറ്റ്സ് റെഡി ആയിരിക്കുകയാണ്. നമുക്കിത് എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വളരെ ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത്.